ജീവിതത്തിൽ മൂടുപടങ്ങൾ അഴിച്ചു വെച്ചാൽ തന്നെ ഒരുപാട് നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ ഒക്കെ കുറയും എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. ഈ സ്റ്റോയിക് ചിന്താഗതിയിലെ ഒരു നല്ലൊരു തത്വം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. There is only one way to happiness, and that is to cease worrying about things which are beyond the power of our will. Power or our will. നമ്മുടെ ശക്തിയിലോ നമ്മുടെ യുക്തിയിലോ സാധിക്കാത്ത കാര്യങ്ങൾ, അവയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ബേജാറാവേണ്ട കാര്യമല്ല. നമ്മളായി തന്നെ ജീവിക്കാൻ പരിശ്രമിച്ചാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാം. അതാണ് ഒരു സക്സസ്ഫുൾ മനുഷ്യൻ്റെ ജീവിതശൈലി തന്നെ. നമ്മൾ വേറെ എന്തൊക്കെയോ ആണെന്ന് ധരിപ്പിക്കാനും വേറെ ആരൊക്കെയോ ആണെന്ന് ലോകത്തെ കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് നമുക്ക് ഒരുപാട് വറി ഉണ്ടാകുന്നത്. അതൊക്കെ അങ്ങ് മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണെന്നും, അതുപോലെ എനിക്ക് സാധ്യമല്ലാത്തതും എനിക്ക് പ്രാപ്യമല്ലാത്തതും എന്നെ അലട്ടാൻ ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവും. ആ സ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം തരുന്നത്. മറ്റൊരു കാര്യം, നമുക്ക് പേടി വരുത്തുന്നതാണ്. സന്തോഷം കളയുന്നത് പേടിയാണ്. ഈ റൂസ്വെൽറ്റിൻ്റെ മനോഹരമായ ചിന്ത ഉണ്ട് അക്കാര്യത്തെക്കുറിച്ച്. ദ ഓൺലി തിങ് വി ഹാവ് ടു ഫിയർ ഈസ് ഫിയർ ഇറ്റ്സെൽഫ്. പേടിയാണ് പേടിയെ തന്നെ പേടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പേടി എന്നുള്ളത് നമുക്ക് മാറ്റിക്കളയാൻ സാധിച്ചാൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. കാരണം പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നും, പേടിയെ മറികടന്ന് മുന്നോട്ട് പോയാലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ എന്നും നമുക്ക് ഉറപ്പിച്ച് ചിന്തിക്കാൻ സാധിക്കണം. ടാഗോർ പറയുന്ന മാതിരി, വി കനോട്ട് ക്രോസ് ദ സീ മിയർലി ബൈ സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റയറിംഗ് അറ്റ് ദ വാട്ടർ. ഈ വെള്ളത്തെ നോക്കി ഭയപ്പെട്ട് നിന്നിട്ട് ഒരിക്കലും കടൽ കടക്കാനാവില്ല. കടൽ കടക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തെ നമുക്ക് നീന്തി കിടക്കാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് നിൽക്കുകയല്ല വേണ്ടത്, നമ്മൾ മുന്നോട്ട് പോവുക വേണ്ടത്. അതിനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ, ആ ധൈര്യം നമ്മൾ സംഭരിച്ചാൽ നമുക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ മാർക്ക് ട്വെയിൻ പറയുന്നുണ്ട്, കറേജ് ഈസ് റെസിസ്റ്റൻസ് ടു ഫിയർ. ധൈര്യം എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ പേടിയെ നമ്മൾ തടഞ്ഞു നിർത്തുന്നതാണ്. പേടിയെ തടഞ്ഞാൽ തന്നെ, അതിനെ റെസിസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ധൈര്യം കിട്ടും മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് പേടിച്ച് പുറകോട്ട് മാറുന്നവരല്ല ജീവിതത്തിൽ വിജയിക്കുന്നത്, ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഈ ധൈര്യം സംഭരിക്കാൻ ഉപകരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നതും പ്രാർത്ഥന എന്ന് പറയുന്നതും. ഈ ദൈവത്തിനുള്ള വിശ്വാസവും പ്രാർത്ഥനയിലുള്ള എന്താ പറയുക, പ്രാർത്ഥനയിലുള്ള അതീക്ഷ്ണതയും, ഇത് രണ്ടും നമുക്ക് ഇൻവിസിബിളാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇവ മേക്ക് തിങ്സ് പോസിബിൾ ആൻഡ് മേക്ക് തിങ്സ് വിസിബിൾ. നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, പച്ചയായ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത, എന്നാൽ സത്യമായ ദൈവത്തിലുള്ള ഒരു വിശ്വാസവും, ആ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയും, ആ ദൈവത്തിന് നിരക്കാത്തതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ജീവിതം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസവും ആ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ അസാധ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരികയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നവ കാണാനായിട്ടൊരു അവസരം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം. ഇതാണ് നമുക്ക് ധൈര്യം തരുന്നത്, ഇതാണ് പേടിയാക്കിട്ട് നിർത്തുന്നത്. കാരണം ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്നെ താങ്ങാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസവും. ആ കരം തന്നോട് കൂടെ ഉണ്ടാവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് പ്രാർത്ഥനയും, അതിനുള്ളൊരു സംഭാഷണമാണ് പ്രാർത്ഥനയും. അതിന് നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ. ദൈവത്തിന് നിരക്കാത്ത ജീവിതശൈലിയിൽ നിന്ന് മാറി നിൽക്കുക, ദൈവത്തിന് നിരക്കുന്ന ശൈലിയിൽ ജീവിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിതം, നമ്മുടെ വിജയം നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുകയാണ്. ആ വിജയം എത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.